ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് ടൈം ടു ടെൽ ദ സ്റ്റോറി. എന്റെ തൊണ്ട ചെറുതായിട്ട് അടഞ്ഞിട്ട് വോയിസ് ചെറുതായിട്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് മാറിയിട്ട് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് വീഡിയോ വരാൻ കുറച്ച് വൈകിപ്പോയത്. അപ്പോൾ എന്തായാലും ഈ ഡ്രാമയുടെ ലാസ്റ്റ് എപ്പിസോഡാണിത്. അതുകൊണ്ട് തന്നെ കഥയിലെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇതിനകത്താണ് പറയണത്. ലീവുള്ള ഒരു കഥയുണ്ടെന്ന് പറഞ്ഞില്ലേ, അതും ഇതിലാണ് പറയണത്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനിയിപ്പോ 5ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് എന്തുണ്ടായി നോക്കാം. ആ പുഴയിൽ നിന്ന് കിട്ടിയ ഡെഡ് ബോഡി ആരുടെയാന്ന് വെച്ചാൽ കുറച്ചു നാൾ മുമ്പ് യൂനയുടെ എല്ലാം ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടീനെ കാണാതായില്ലേ, ഹായൂൺ. ആ കുട്ടിയുടെ ബോഡിയാണ്. ഇവിടെ പോലീസും ന്യൂസ് ചാനലുകാരെല്ലാം വന്നിട്ടുണ്ട്. അപ്പോ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അസിസ്റ്റന്റിന് നമ്മുടെ ലിയോയുടെ തീം പാർക്കിൽ നിന്ന് ഹായോണ്ട് ID കാർഡ് കിട്ടിയാണ്. പോലീസ് സ്കൂളിലേക്ക് അന്വേഷിച്ചു വരുന്നുണ്ട്. സ്കൂളിലെല്ലാം ഇതന്നെയാണ് സംസാര വിഷയം. അടുത്ത സീനിൽ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ ഈ മരിച്ചുപോയ കുട്ടിയുടെ അമ്മ അവിടെ കിടന്ന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയാണ്. മരിക്കുന്നതിന് മുമ്പ് അവരെ മോളെ കണ്ടുപിടിക്കാത്തതുകൊണ്ട് അവരവിടെ അങ്ങനെ കുഴഞ്ഞു വീഴും. അപ്പോൾ അതേ സമയത്ത് തന്നെ ഹാൻ അങ്ങോട്ടേക്ക് വരെയാണ്. അവള് വന്നേക്കുന്നത് ലിയോളിനെതിരെ കേസ് കൊടുക്കാനാണ്. അവളുടെ കഴുത്ത് ഞെക്കി കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ ഇവരുടെ ക്ലാസ്സിലാണെങ്കിൽ ഹായൂൺ മരിച്ചു പോയോണ്ട് എല്ലാവരുടെ മുഖത്തും ആ ഒരു സങ്കടമാണ്. അങ്ങനെ സ്കൂള് കഴിയുമ്പോൾ യുനായി ആ തീം പാർക്കിലേക്ക് പോവുകയാണ്. പക്ഷെ ലിയോളിനെ അവിടെയും കാണില്ല. അവൾക്ക് ലിയോളുടെ മുറിയിൽ നിന്ന് ഒരു ബുക്ക് കിട്ടും. അതിൽ ഈ സ്റ്റേജിനെ പറ്റിയുള്ള ചില രഹസ്യങ്ങളും പിന്നെ ഈ തീം പാർക്കിന്റെ മാപ്പ് എല്ലാം ആയിരിക്കും. അതിൽ ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ഉള്ളതായിട്ട് കാണിക്കുകയാണ്. അതിൽ പറയുന്ന പോലെ അവിടെയുള്ള ഒരു ലിവറിൽ പിടിച്ച് വലിക്കുമ്പോൾ അതിലേക്കുള്ള ഡോറ് തുറക്കുകയാണ്. യുനായി അതിൽ ഇറങ്ങി ചെല്ലുമ്പോൾ ലിയോൾ അവിടെ ഇരിക്കുന്നുണ്ടാവും. അവള് പറയും, ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങളെ കാണാതെ ഞാൻ ആകെ വിഷമിച്ചു. എന്നിട്ട് അവള് പറയും, പോലീസ് നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒളിച്ചോ. പക്ഷെ ഇതൊന്നും അവൻ കേൾക്കുന്നുണ്ടാവില്ല. അവിടെ അവന്റെ തത്ത ബെല്ലയ്ക്ക് അന്ന് പരിക്ക് പറ്റിയിരുന്നല്ലോ. അവൻ അതിന്റെ അടുത്ത് തന്നെ ഇരുന്ന് കരയാണ്. അവൻ അവളോട് പറയും, ബെല്ലയ്ക്ക് തീരെ വയ്യ. അപ്പൊ യൂനായി ചോദിക്കും, എന്ത് പറ്റിയതാ? അപ്പൊ ലീവള് അവിടെ കിടന്ന് പൊട്ടി കരയാണ്. ഇത് കാണുമ്പോ യൂനായിക്ക് അവളുടെ ചെറുപ്പത്തിലെ അവളൊരു കോഴിക്കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് അത് മരിച്ചു പോയപ്പോ അവൾ ആ കോഴിക്കുഞ്ഞിനോർത്ത് ഒരുപാട് കരഞ്ഞതാണ്. യൂനായി എന്നിട്ട് മനസ്സിൽ പറയും, ഇദ്ദേഹം ഒരു കുട്ടിയല്ല, എന്നിട്ടും എല്ലാം നഷ്ടപ്പെട്ട പോലെ ബെല്ലയ്ക്ക് വേണ്ടി അദ്ദേഹം കിടന്ന് വിഷമിക്കുന്നു. എന്നിട്ട് യൂനായി പറയും, നിങ്ങൾ എന്തായി ചെയ്യുന്നേ? ബെല്ലയെ ഞാൻ ആശുപത്രി കൊണ്ടുപോവാം, നിങ്ങൾ എവിടെങ്കിലും പോയി രക്ഷപ്പെടും, ഏത് നിമിഷം ഇവിടേക്ക് പോലീസ് വരാം. അപ്പൊ ലിയോള് പറയും, അവള് ആശുപത്രിയിൽ വെച്ച് മരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ബെല്ല മരണത്തെക്കാൾ കൂടുതൽ പേടിക്കുന്നത് അവള് തനിച്ചായിരിക്കുന്നതിലാണ്. അതുകൊണ്ട് എല്ലാം അവളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ യൂനായി വീണ്ടും പറയും, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? പോലീസ് എപ്പോ വേണമെങ്കിലും നിങ്ങൾ അന്വേഷിച്ച് ഇവിടേക്ക് വരും, നിങ്ങൾ എവിടെങ്കിലും പോയി ഒളിക്കി. അപ്പൊ ലിയോള് പറയും, പോലീസോ? പോലീസ് എന്തിനാ എന്നെ അന്വേഷിക്കണേ? യൂനായി പറയും, അന്ന് മഴയത്ത് നടന്ന കവർച്ച നിങ്ങളാണ് ചെയ്തതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. മാത്രമല്ല വേറെയും കുറ്റകൃത്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് അവര് സംശയിക്കുന്നത്. അപ്പൊ ലിയോള് പറയും, അതൊന്നും ചെയ്തേക്കുന്നത് ഞാനല്ല, പിന്നെ ഞാൻ എന്തിനു ഒളിച്ചിരിക്കണം? ഇത് കേൾക്കുമ്പോ യൂനായിക്കൊന്ന് ആശ്വാസമാവുന്നുണ്ട്. അവള് നിങ്ങൾ പറയുന്നത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോ അവൻ അതേന്ന് പറയാണ്. അപ്പൊ യൂനായി പറയും, പക്ഷേ നിങ്ങൾ പറയുന്നതൊന്നും അവര് വിശ്വസിച്ചില്ലെങ്കിലോ? ഇത് കേൾക്കുമ്പോ ലിയോള് പറയും, അപ്പൊ നീയും എന്നെ വിശ്വസിക്കില്ലേ? യൂനായി മിണ്ടാതെ നിൽക്കുന്ന കാണുമ്പോ ലിയോൾ ഒന്നുകൂടെ പറയും, പറ, നീയും എന്നെ വിശ്വസിക്കില്ലേ? അവൾ അതിന് മറുപടി പറയാൻ വരുമ്പോഴേക്കും പോലീസ് അവിടേക്ക് അന്വേഷിച്ചെത്തേണ്. ലിയോള് മേളിലേക്ക് ചെല്ലുമ്പോ ആ പോലീസുകാരൻ വന്നിട്ട് പറയും, കവർച്ച, ആക്രമണം, കൊലപാതകം എന്നീ കുറ്റകൃത്യങ്ങൾക്ക് നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവനെ വിലങ്ക് വെക്കാൻ പോകുമ്പോ യൂനായി വന്നത് തടഞ്ഞിട്ട് പറയും, ഇദ്ദേഹം അന്ന് ഇൽദോങ്ങിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ അന്നേ മൊഴി തന്നിരുന്നല്ലേ. അപ്പൊ അയാൾ ഒരു വാറന്റ് എടുത്ത് കാണിച്ചിട്ട് പറയും, ഇയാൾക്ക് സ്ഥിരമായിട്ട് ഒരു മേൽവിലാസം ഇല്ലാത്തതുകൊണ്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും തെളിവ് നശിപ്പിച്ച് കടന്നാളെന്നുള്ള സംശയം കൊണ്ടും ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നിയമപ്രകാരമായിട്ടുള്ള വാറന്റ് ആണിത്. അപ്പൊ ലിയോള് യൂനായിനെ തടഞ്ഞിട്ട് പറയും, ഞാൻ എന്തായാലും ഇതൊന്നും ചെയ്തിട്ടില്ല, നീ എന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ, എന്നെ വിശ്വസിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടായാൽ മതി. അവൻ വരുന്നവരെ ബെല്ലേനെ നോക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ അവരുടെ കൂടെ പോവുകയാണ്. അപ്പൊ യൂനായി അവരെ പിന്നാലേക്ക് ഓടി ചെല്ലുമ്പോ ആ പോലീസുകാരൻ അവളെ തടഞ്ഞിട്ട് പറയും, നീ ഇത് എങ്ങോട്ടേക്കാ പോകുന്നേ? നിനക്കറിയോ അവൻ ആരാന്ന്? എന്താ നിനക്കറിയണോ അവൻ ആരാന്ന്? എന്നിട്ട് ആ പോലീസുകാരൻ അവളോട് ലിയോൾ ആരാന്ന് പറയാണ്. അവന്റെ യഥാർത്ഥ പേര് റൂ മിൻ ഹ്യൂക്ക്, വയസ്സ് 30, ജനനം സോളിൽ. 10 വർഷം മുമ്പ് ഇവൻ ചികിത്സയിലായിരുന്ന മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇവൻ കാണാതായി. 3 വർഷം മുമ്പ് ഒരു കുട്ടിയെ കാണാതായ കേസിൽ സംശയത്തിന്റെ പേരിൽ ഇവൻ അറസ്റ്റ് ചെയ്തു. മാത്രമല്ല സംശയത്തിന്റെ പേരിൽ 2 തവണ അവൻ അതേ കേസിൽ തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പോരാത്തതിന് ഇതുപോലുള്ള ഒരുപാട് കേസുകൾക്ക് സംശയത്തിന്റെ പേരിൽ ഇവനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഇവനെ പോലുള്ള ഒരാളുടെ കൂടെയാണോ നീ നടക്കുന്നത്? നിന്റെ ക്ലാസ്മേറ്റിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും നിനക്കൊരു പേടിയും തോന്നുന്നില്ലേ? ഇതെല്ലാം കേൾക്കുമ്പോൾ യൂനായിക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവളപ്പോ കഴിഞ്ഞുപോയ ചില കാര്യങ്ങൾ ആലോചിക്കുകയാണ്. ഹാന അയാളൊരു പ്രാന്തനാന്ന് പറഞ്ഞതും അവളുടെ കഴുത്തിന് പിടിച്ചു എന്ന് പറഞ്ഞതെല്ലാം അവൾ അങ്ങനെ അയാളോർത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഇൽദോങ് അവിടേക്ക് വരെയാണ്. അവൾ ഇൽദോങ്ങിനോട് നടന്ന കാര്യങ്ങളെല്ലാം പറയും. അവൾ പറയാണ്, എനിക്ക് എന്ത് വിശ്വസിക്കണമെന്ന് അറിയില്ല, ഞാൻ പറയുന്നതൊന്നും ആരും വിശ്വസിക്കുന്നില്ല, ഇനി അവരെല്ലാം പറയുന്നത് ശരിയാണോ? അപ്പൊ ഇൽദോങ് പറയും, ഞാൻ എന്തായാലും നിന്റെ കൂടെ തന്നെയുണ്ട്, എനിക്ക് അയാളെ വിശ്വാസമാണ്. അപ്പോഴാണ് യൂനായിക്ക് ഒരു കാര്യം ഓർമ്മ വരാം. അവള് ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് ലിയോളിനെ കാണാനായിട്ട് ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി വരാറില്ലേ, അവര് രണ്ടുപേരും കൂടെ അവരെ കാണാൻ ചെല്ലുന്നു. അവര് പറയും, എന്നെ അറിയിച്ചതിന് നന്ദി, ഞാൻ എനിക്കെന്താ പറ്റാന്ന് വെച്ചാൽ അത് ചെയ്യാം. അപ്പൊ ഇൽദോങ് ചോദിക്കും,
നിങ്ങൾക്ക് എങ്ങനെ അദ്ദേഹത്തെ അറിയാം? അവര് പറയും ഞങ്ങൾ ഫ്രണ്ട്സാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. അവര് ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന സമയം. മിൻഹ്യൂക്ക് നന്നായി പഠിച്ചിരുന്ന ഒരു പയ്യനാണ്, സ്കൂളിൽ തന്നെ ടോപ്പർ ആയിരുന്നവൻ. ഇപ്പൊ നമ്മുടെ ഇൽദുങ് എങ്ങനെയാണോ അതുപോലെ തന്നെ അവന്റെ പേരൻസ് അറിയപ്പെടുന്ന പ്രൊഫസേഴ്സ് ആയിരുന്നു. അവന്റെ സഹോദരങ്ങളും വലിയ നിലയിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ ഈ മിൻഹ്യൂക്കിന്റെ ഈ കൂട്ടുകാരത്തിക്ക് അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരിക്കലും അവള് അവനെ പ്രപ്പോസ് ചെയ്യാനായിട്ട് ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇത് നിന്നെ ഇഷ്ടമുള്ള ഒരാൾ തന്നാന്ന് പറഞ്ഞിട്ട് അത് അവന് കൊടുക്കുമ്പോൾ അവനത് വാങ്ങില്ല. അവൻ പറയും സ്വന്തം പേര് പോലും പറയാനായിട്ട് താല്പര്യമില്ലാത്ത ഒരാളുടെ ഗിഫ്റ്റ് എനിക്ക് വേണ്ട. എന്നിട്ട് അവനവിടുന്ന് പോവേണ്. അപ്പൊ അവള് പിന്നെയും അവന്റെ പിന്നാലെ ചെന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെയാണ് അവരെ സുഹൃത്തുക്കളാവുന്നത്. പക്ഷെ ലാസ്റ്റ് ഇയർ ആയപ്പോ അവന്റെ മാർക്സ് എല്ലാം കുറയാൻ തുടങ്ങി. അവന്റെ പെരുമാറ്റ രീതിയെല്ലാം ആകെ മാറിയിരുന്നു. ഒരു ദിവസം അവൻ സ്കൂളിൽ തലയിറങ്ങി വീഴുണ്ടായി. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഈ കൂട്ടുകാരത്തെ അവനെ കാണാൻ ചെന്നപ്പോ അവൻ അപ്പോഴും ഇരുന്ന് പഠിക്കായിരുന്നു. അവൻ വളരെ വിയേർഡായിട്ടാണ് അന്ന് പെരുമാറിയത്. അവൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ എന്റെ സഹോദരങ്ങളുടെ അത്രയും മിടുക്കനല്ല, ഞാൻ കാരണം എന്റെ പേരൻസ് വിഷമിക്കാൻ പാടില്ല. അവന്റെ മാർക്സ് കുറയുന്നതില് അവന്റെ പേരൻസിന്റെ അടുത്ത് നിന്നും നല്ല പ്രഷർ അവനുണ്ടായിരുന്നു, നമ്മുടെ ഇൽദോങ് ഇപ്പൊ അനുഭവിക്കുന്ന പോലെ. അപ്പൊ ഈ കൂട്ടുകാരത്തെ അവനോട് പറയുന്നുണ്ട്, നീ എന്തൊക്കെ പറയുന്നത്, നീ ആദ്യം ഇതെല്ലാം മാറ്റി വെച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ നോക്ക്. അവൻ അപ്പോഴും ഒരു പ്രാന്തനെ പോലെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടുകാരത്തി ഇവന്റെ അവസ്ഥ കണ്ടിട്ട് സങ്കടപ്പെടുന്നുണ്ട്. അതിനുശേഷം ഒരിക്കലും അവൻ സ്കൂൾ ബിൽഡിങ്ങിന് മേലെ നിന്ന് ചാടി ആത്മഹത്യക്ക് ശ്രമിക്കുകയുണ്ടായി. അന്ന് അവൻ ചാടുന്നതിന് മുമ്പ് നമ്മുടെ ഇപ്പിള്ള ആ ചിത്രശലഭമുണ്ടല്ലോ, ലിയോയുടെ മാജിക് ബട്ടർഫ്ലൈ, അതിന് അവൻ അവിടെ വെച്ച് കാണുകയാണ്. ആ ശലഭത്തിന് അവൻ തൊടാൻ പോകുമ്പോഴാണ് അവൻ അതിനു മേളിൽ നിന്ന് വീഴുന്നത്. പക്ഷെ എന്തോ ദൈവഭാഗ്യത്തിന് അവൻ അന്ന് മരിക്കില്ല. ഒരുപാട് നാള് കോമയിൽ കിടന്നതിന് ശേഷം അവൻ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. പക്ഷെ അതിനുശേഷം അവൻ ഒരുപാട് നാള് ഒരു മെന്റൽ ഹോസ്പിറ്റലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് ഞാൻ അവൻ ഇവിടെ വെച്ചാണ് കാണുന്നത്. അവൻ ഒരിക്കലും ഒരു കൊലപാതകമൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അവിടുന്ന് കട്ട് ചെയ്ത് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ മിൻഹ്യൂക്കിനെ ഇവിടെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ ചോദിക്കുന്നതിന് ഒന്നിനും തന്നെ മറുപടി ഒന്നും പറയുന്നില്ല. ലിയുടെ ശരിക്കുള്ള പേരാണ് കേട്ടോ മിൻഹ്യൂക്ക്. അങ്ങനെ ഇവന്റെ അടുത്ത് നിന്ന് ഒരു റെസ്പോൺസും ഇല്ലാണ്ടാവുമ്പോൾ അവിടെയുള്ള പോലീസുകാർ തമ്മിൽ ഡിസ്കഷൻ നടത്തുകയാണ്. ഹായുവിനെ കൊല്ലാൻ ഉപയോഗിച്ചിരിക്കുന്ന കത്തി ആ തീം പാർക്കിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ലിയുടെ ഫിംഗർ പ്രിന്റ്സും ഉണ്ട്. അതിനിടയിൽ ഹാനയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ഒരു വീഡിയോ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അവരത് ചെക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നോക്കുമ്പോൾ ലിയുള്ള അവിടെ അങ്ങ് കാണില്ല. അവന്റെ മാജിക് ഉപയോഗിച്ച് അവിടുന്ന് വാനിഷ് ആയിണ്ടാവും. കട്ട് ചെയ്തവിടെ വീണ്ടും കോഫി ഷോപ്പ് കാണിക്കുകയാണ്. ഇവിടെ ആ ലേഡി അവരോട് പറയുന്നുണ്ട്, മിൻഹ്യൂക്ക് എന്നും ഒരു കുട്ടിയായിരിക്കാനാണ് ആഗ്രഹിച്ചത്. അവന്റെ പാരന്റ്സിനെ പോലും ടീച്ചേഴ്സിനെയും പോലെയുള്ള ഒരു മുതിർന്ന ആൾ അവനായിട്ട് ആഗ്രഹിച്ചിരുന്നില്ല. 10 വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവനെ കണ്ടപ്പോ എനിക്ക് ആകെ ആശ്ചര്യം തോന്നി. യഥാർത്ഥ ജീവിതത്തെ അംഗീകരിക്കാൻ കഴിയാത്ത അവൻ ഇപ്പൊ ഒരു മജീഷ്യൻ ആയിരിക്കുന്നു. ആ സമയത്ത് യൂനായിക്ക് ഒരു കോള് വരെയാണ്. അത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. ലീവിള് അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. ഇത് കേട്ട ഉടനെ യൂനായും ഇൽദോങ്ങും ആ കോഫി ഷോപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ആ സമയത്ത് അവളുടെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കടന്നു വരെയാണ്. അവനൊരിക്കലും ഒരു മുതിർന്ന ആളാവാനായിട്ട് ആഗ്രഹിച്ചിരുന്നില്ല. ലിയോളിന് വേറെ വഴിയില്ലായിരുന്നു. സമൂഹം ചില ഘട്ടങ്ങളിൽ ലിയോളിനെ പോലുള്ളവരെ ജീവിക്കാനായിട്ട് അനുവദിക്കില്ല. എന്നിട്ട് അവള് മനസ്സിൽ പറയുന്നുണ്ട്, ഞാൻ ആദ്യം കരുതിയിരുന്നത് യഥാർത്ഥ ജീവിതത്തെ അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയതെന്നാണ്. പക്ഷെ എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്, എല്ലാത്തിനും ചട്ടങ്ങൾ കൽപ്പിച്ച ഈ ലോകം എന്തെങ്കിലും സ്വപ്നങ്ങളെ അംഗീകരിച്ചിട്ടുണ്ടോ? അന്നേരം ഇൽദോങ് വന്നിട്ട് പറയും, നീ പാർക്കിൽ പോയി നോക്ക്, ഞാൻ സ്കൂളിൽ പോയി ബാഗ് എടുത്തിട്ട് വേറെ സ്ഥലങ്ങളിൽ കൂടെ നോക്കിയിട്ട് വരാം. അങ്ങനെ അവൻ സ്കൂളിൽ പോയിട്ട് ബാഗ് എടുത്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ക്ലാസ് റൂമിൽ 2 പയ്യന്മാര് ലിയോളിനെ കുറിച്ചും യൂനായിനെ കുറിച്ചും അനാവശ്യമായിട്ട് ഓരോന്ന് പറയുന്നത് അവൻ കാണുകയാണ്. മാത്രമല്ല അതിലൊരുത്തൻ മജീഷ്യന്റെ പോലത്തെ വേഷം ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അവനത് ഓൺലൈനിൽ നിന്ന് എന്തോ വാങ്ങിച്ചതാണ്. അവൻ പറയാണ്, ഇനി ഈ വേഷം ഇട്ടുകൊണ്ട് ഇവിടെ എന്ത് ചെയ്താലും കുറ്റമെല്ലാം ആ മജീഷ്യന്റെ തലയിലേ വരുള്ളൂ. ഇൽദോങ് ഇതെല്ലാം കേൾക്കുമ്പോൾ അവനെ പോയിട്ട് തല്ലേണ്. അങ്ങനെ അവരവിടെ കിടന്ന് ഇടിയാവും. കട്ട് ചെയ്തവിടെ യൂനായി തീം പാർക്കിൽ എത്തുമ്പോൾ അവിടേക്ക് ഓൾറെഡി പോലീസ് എത്തിയിട്ടുണ്ട്. എന്തായാലും ലിയോൾ അവിടെ തന്നെ ഉണ്ട്. പോലീസ് അവനോട് സറണ്ടർ ആവാനായിട്ട് പറയാണ്. അപ്പൊ ലിയോൾ പറയും, ഞാൻ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു, അതൊന്നും ചെയ്തത് ഞാനല്ല. അവൻ അവിടെയുള്ള ഒരു പെട്ടിയുടെ പുറകെ പോയി നിന്നിട്ട് അവിടെ നിന്നും അപ്രത്യക്ഷനായി വേറൊരു സ്ഥലത്ത് നിന്ന് വരുന്നുണ്ട്. എന്നിട്ട് ആ പോലീസുകാരോട് പറയാണ്, നിങ്ങൾ എന്നെ എവിടെയെല്ലാം കൊണ്ട് പൂട്ടിയിട്ടാലും ഇതുപോലെ രക്ഷപ്പെട്ടു വരാനുള്ള വിദ്യയൊക്കെ എനിക്കറിയാം. ഞാൻ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് എനിക്ക് ശിക്ഷ അനുഭവിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ പോലീസുകാർ പറയും, പക്ഷെ തെളിവുകളെല്ലാം നിങ്ങൾക്കെതിരാണ്. നിങ്ങൾ സറണ്ടർ ആയാലും വലിയ ശിക്ഷയൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് മെന്റലി വീക്കാണെന്നുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം ഉള്ളതുകൊണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് അയക്കുകയുള്ളൂ. ഞങ്ങൾ നിങ്ങളുടെ ഫാമിലിനെ കോൺടാക്ട് ചെയ്തു. അവര് നിങ്ങളുടെ ഹോസ്പിറ്റൽ ബിൽസ് എല്ലാം വഹിക്കാനായിട്ട് തയ്യാറാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ലിയോളിന് കൂടുതൽ ദേഷ്യം വരെയാണ്. അവൻ പറയും, അതും ഒരു ജയില് തന്നെയാണ്. ലിയോളുടെ ദേഷ്യം എന്തായാലും ന്യായം തന്നെയാണ്. അതായത് ഒരു കുറ്റം ചെയ്യാത്ത ഒരാളെ പ്രാന്തനാക്കിയിട്ട് വെല്ലോനും ചെയ്ത കുറ്റം മുഴുവൻ അവന്റെ മേത്ത് കെട്ടിച്ചമച്ച് അവനെ പിടിച്ച് പ്രാന്താശുപത്രിയിലിടാം. അവന്റെ വാളെടുത്തിട്ട്
അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പോലീസുകാർ ഗണ്ണെടുത്ത് അവനോട് സറണ്ടർ ആവാൻ പറയാണ്. അപ്പോഴേക്കും യൂനായി അങ്ങോട്ടേക്ക് കടന്നു വരും. ഇത് കാണുമ്പോൾ ലിയൂള് അവന്റെ കയ്യിലെ വാള് താഴെ വെച്ചിട്ട് പെട്ടെന്ന് കൂളാവേണ്. അവൻ അവളെ കാണുമ്പോൾ സന്തോഷാവുന്നുണ്ട്. കാരണം യൂനായി ഇപ്പോഴും അവനെ വിശ്വസിക്കുന്നുണ്ടല്ലോ. യൂനായി ആ സ്റ്റേജിലേക്ക് കയറി ചെല്ലുമ്പോൾ പെട്ടെന്ന് അവിടെയൊക്കെ മഞ്ഞ് പെയ്യാൻ തുടങ്ങും. പോലീസുകാരെല്ലാം ഇത് കണ്ട് ആശ്ചര്യപ്പെടുന്നു. കാരണം ഇതിനകത്തേക്ക് എങ്ങനെ മഞ്ഞ് പെയ്യാ? മാത്രമല്ല ഇത് മഞ്ഞ് പെയ്യുന്ന സീസൺ അല്ലാതാനും. ഇവിടെ ഇൽദോങ്ങാണെങ്കിൽ ഇടികൊണ്ടൊരു പരിവായി കിടക്കുകയാണ്. ആ പയ്യന്മാര് പോയി കഴിയുമ്പോൾ അവൻ അവിടുന്ന് പോകാൻ നേരം പുറത്ത് ഈ മഞ്ഞ് പെയ്യുന്നത് കാണുകയാണ്. ഇത് കണ്ടിട്ട് അവനും ആ ഒരു പ്രത്യേകത അനുഭവപ്പെടുകയാണ്. അവന് മനസ്സിലാവുന്നുണ്ട് ഇത് ലിയൂള് ചെയ്യുന്നതാന്ന്. ഇവിടെയാണെങ്കിൽ യൂനായി ആ സ്റ്റേജിലേക്ക് കയറി ചെല്ലുമ്പോൾ അവൾ ഒരു പാട്ടിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. മുമ്പത്തെ പോലെ കഥ പറയുന്ന പാട്ട്. അതില് അവരുടെ ഭൂതകാലവും വർത്തമാനകാലം എല്ലാം കാണിക്കുന്നുണ്ട്. ലിയൂളാണ് അവളെ സങ്കടങ്ങളെല്ലാം മറന്ന് സന്തോഷമായിട്ട് ജീവിക്കാൻ പഠിപ്പിച്ചത്. ശരിക്കും അവൻ ആരും അംഗീകരിക്കാത്തോണ്ട് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ആ പാട്ടിലൂടെ സമാധാനിപ്പിക്കുകയാണ്. ആ പാട്ട് അവസാനിക്കുമ്പോൾ യൂനായി അവനോട് പറയാണ്, നിങ്ങളൊരു യഥാർത്ഥ മാന്ത്രികനാണ്. കാരണം നിങ്ങൾ കാരണമാണ് ഞാൻ മാജിക്കിൽ വിശ്വസിക്കാൻ തുടങ്ങിയത്. അപ്പൊ ലിയൂള് അവന്റെ മാന്ത്രിക തൊപ്പിയെടുത്ത് അവൾക്ക് വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവൻ പറയും, ഇത് വെച്ചിട്ട് നീ ആ മാന്ത്രിക വാചകം പറഞ്ഞാല് നീ മനസ്സിൽ വിചാരിക്കുന്ന എന്ത് കാര്യമാണോ അത് തീർച്ചയായിട്ടും നടക്കും. ഇത് പറഞ്ഞ് അവൻ പോലീസിന്റെ അടുത്തേക്ക് സറണ്ടർ ആവാനായിട്ട് പോവാൻ നേരം അവൾ അവനോട് ചോദിക്കും, നിങ്ങൾ മാജിക്കിൽ വിശ്വസിക്കുന്നുണ്ടോ? എന്നിട്ട് അവിടെയുള്ള ഒരു വലിയ തുണി അവൾ കയ്യിലെടുത്തിട്ട് പറയും, അന്നാര സുമാനാര. ആ തുണി അവന്റെ മേലേക്ക് ഇടുമ്പോൾ അവൻ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. ഇത് കാണുമ്പോൾ അവൾക്ക് സന്തോഷാവും. അവിടെയുള്ള പോലീസുകാർക്കെല്ലാം ആകെ അത്ഭുതമാവും. അവര് വേഗം സ്റ്റേജിലേക്ക് കയറി അവിടെ എല്ലാം ആകെ നോക്കുമ്പോൾ അവൻ അവിടെയും കാണില്ല. അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷം കാണിക്കുന്നത് കുറച്ചു നാളുകൾക്ക് ശേഷമുള്ള ഒരു ദിവസം. അതായത് ലിയൂൾ അപ്രത്യക്ഷനായി കുറച്ചു നാളുകൾക്ക് ശേഷം നമ്മുടെ ബെല്ല മരിച്ചു. ബെല്ലയുടെ അവസാന നിമിഷം വരെ യൂനായും അവളുടെ അനിയത്തിയും അവളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ കട്ട് ചെയ്ത് പോലീസ് സ്റ്റേഷൻ കാണിക്കുകയാണ്. അവിടെ അവര് ലിയൂൾ അപ്രത്യക്ഷമായതിനു ശേഷം ആ തീം പാർക്കിലുള്ള CCTV എല്ലാം ചെക്ക് ചെയ്യണ്ടായി. അതൊരു പഴയ തീം പാർക്ക് ആയതുകൊണ്ട് അവിടുത്തെ ക്യാമറാസ് എല്ലാം കംപ്ലൈന്റ് ആയിരുന്നു. ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് ഒരു 2 മാസം മുമ്പ് ഒരു പർട്ടിക്കുലർ ടൈമില് കുറച്ചു സമയം മാത്രം ഒരു ക്യാമറ വർക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് റെക്കോർഡായ ഒരു വീഡിയോയില് അവിടേക്ക് ഒരാൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ആരാണെന്ന് വെച്ചാല് യൂനായുടെ ആ ബോസാണ്. പോലീസ് ആ വീഡിയോ അയാളെ കാണിക്കുമ്പോൾ അത് അയാളല്ല എന്നാണ് അയാൾ പറയാ. പിന്നീട് അവർ ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുക്കുകയാണ്. നോക്കുമ്പോൾ നേരത്തെ മരിച്ചുപോയ ഹായൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ കുട്ടീനെ അയാൾ കൊല്ലാൻ നോക്കുന്നതായിരിക്കും അതിനകത്ത്. സംഭവം എന്താന്ന് വെച്ചാല് 2 മാസം മുമ്പ് ഹായൂൺ അയാളുടെ കടയിൽ ജോലി ചെയ്തായിരുന്നു. ഒരു ദിവസം അവൾ കൗണ്ടറിൽ നിന്ന് പൈസ മോഷ്ടിക്കാനായിട്ട് നോക്കുമ്പോൾ ഇയാളെ കൈയോടെ പിടിക്കുകയാണ്. എന്നിട്ട് ഇയാൾ കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവളോട് മോശമായിട്ട് പെരുമാറാനായിട്ട് തുടങ്ങും. അന്ന് യൂനായിനോട് പെരുമാറിയില്ലേ അതുപോലെ. പക്ഷെ ഹായൂൺ ആണെങ്കിൽ ഇതെല്ലാം ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ടാവും. അവൾ അത് കാണിച്ചിട്ട് അയാളെ തിരികെ ഭീഷണിപ്പെടുത്തിയാണ്. അപ്പൊ അയാള് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പൈസ തരാന്ന് പറഞ്ഞിട്ട് അവളോട് തീം പാർക്കിലേക്ക് വൈകുന്നേരം വരാനായിട്ട് പറയാണ്. അങ്ങനെ അവള് ആ പൈസ മേടിക്കാനായിട്ട് തീം പാർക്കിലേക്ക് വരുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ പോലീസ് ചോദിക്കുന്നുണ്ട്, ഹായൂണിനെ കൊന്നത് നിങ്ങളല്ലേ എന്ന്. മാത്രമല്ല അന്ന് മജീഷ്യന്റെ വേഷം ഇട്ടിട്ട് ഒരു വെല്ലിമയുടെ കയ്യിൽ നിന്ന് പൈസ മോഷ്ടിച്ചില്ലേ, അതും ഇയാള് തന്നെയാണ്. പക്ഷെ ഇയാളതൊന്നും സമ്മതിക്കില്ല. ഇയാള് നിങ്ങളുടെ കയ്യിൽ എന്താ തെളിവെന്ന് ചോദിക്കുമ്പോൾ പോലീസുകാര് ആ കൊല്ലാൻ ഉപയോഗിച്ച കത്തി അയാളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. അന്ന് ഹാന ഒരു വീഡിയോ കൊണ്ട് കൊടുത്തില്ലേ ലിയൂൾ ഒരാളെ കൊല്ലാനായിട്ട് നോക്കുന്നത്. അന്ന് കൊല്ലാൻ ഉപയോഗിച്ച കത്തിമേ ലിയൂളുടെ കൈരേഖ വരുത്താനാണ് അന്ന് ഈ കത്തിയായിട്ട് അയാള് ലിയൂളുടെ അങ്ങോട്ടേക്ക് പോയത്. ലിയൂൾ ആണെങ്കിൽ അവന്റെ വീട്ടിലേക്ക് വന്ന കള്ളനെ ജസ്റ്റ് ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ നോക്കിയെന്ന് മാത്രം. അയാള് കൊണ്ടുവന്ന കത്തിയാണ് ലിയൂളുടെ കയ്യിൽ അന്ന് ഇരിക്കുന്നുണ്ടായിരുന്നത്. ആ കത്തി തന്നെയാണ് ഹായൂണിനെ കൊല്ലാൻ ഉപയോഗിച്ചതും ഇപ്പൊ ഇവിടെ ടേബിളിന്റെ മുമ്പിൽ ഇരിക്കുന്നതും. അങ്ങനെയാണ് ലിയൂളുടെ കൈയടയാളം ആ കത്തിമേൽ വന്നത്. ആ സമയം അയാൾ ബഹളം വെച്ചിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ പോലീസ് അയാളെ വിലങ്കി വെക്കുകയാണ്. അയാൾ അപ്പോഴും അയാളെ കൊന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം യൂനായി സ്റ്റേഷനിലേക്ക് വന്നേക്കാണ് മൊഴി കൊടുക്കാനായിട്ട്. അത് കഴിയുമ്പോൾ അവള് ആ ബോസിനെതിരെ പരാതി കൊടുക്കുകയാണ്. അന്ന് അവൾ ഉപദ്രവിച്ചതിനുള്ളത്. അന്ന് ഇത് ചെയ്യാതിരുന്നത് അന്ന് അവളെ രക്ഷിച്ച ലിയൂളിനോടുള്ള നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസിനോട് പറയുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ അവളോട് ചോദിക്കുകയാണ്, 2 മാസം മുമ്പ് കൃത്യമായിട്ട് പറയണമെങ്കിൽ മാർച്ച് 11 അർദ്ധരാത്രിയിൽ വെറും 4 മിനിറ്റത്തേക്ക് മാത്രം ആ തീം പാർക്കിൽ ഒരു ക്യാമറ വർക്കിംഗ് ആയിട്ടുണ്ട്. ഒരുപാട് നാളായിട്ട് പൂട്ടിക്കിടന്നിരുന്ന അവിടെ CCTV ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ക്യാമറ മാത്രം എങ്ങനെയാണ് ആ ഒരു കുറച്ച് സമയത്തേക്ക് മാത്രം വർക്ക് ചെയ്തതെന്ന് ഞങ്ങൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. യൂനായി ഇടയ്ക്ക് അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നല്ലോ, അന്ന് അവിടെ എന്തുണ്ടായെന്നറിയോ? ആ CCTV ഫുട്ടേജിൽ വലിയ ഫ്ലാഷ് ലൈറ്റുകളെല്ലാം കത്തുന്നുണ്ടായിരുന്നു. അപ്പൊ യൂനായി പറയും, ഇല്ല എനിക്കറിയില്ല. അപ്പൊ പോലീസുകാരൻ പറയുന്നുണ്ട്, അപ്പൊ അത് നിനക്കും അറിയില്ല അല്ലേ? അയാൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ യൂനായി ശരിക്കൊരുന്ന് ആലോചിക്കുകയാണ്. അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വരാ, അന്നാണ് അവൾ ആ തീം പാർക്കിലേക്ക് പോയപ്പോ
ലിയോള് യൂനായിനെ അവന്റെ മാജിക് വേൾഡിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അന്ന് അവന്റെ ആ മാജിക് ശലഭം ആ ഒരു ക്യാമറയിൽ വന്നിരുന്നിരുന്നു. ആ ഒരു 4 മിനിറ്റ് സമയമാണ് ആ ക്യാമറ വർക്കിംഗ് ആയിരുന്നത്. അതേ സമയത്ത് തന്നെയാണ് ആ സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ഇൽദുങ്ങിനെയാണ്. അവൻ ഹൈസ്കൂൾ പഠനം നിർത്താനായിട്ട് തീരുമാനിക്കുകയാണ്. അവന്റെ ടീച്ചറാണെങ്കിൽ അവന്റെ തീരുമാനത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാനായിട്ട് കുറെ നോക്കുന്നുണ്ട്. പക്ഷെ അവനതൊന്നും കേൾക്കാതെ അവന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ അവൻ ആ സ്കൂൾ വിട്ട് ഇറങ്ങും. പിന്നീട് കാണിക്കുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം യൂനായി ലിയോയുള്ള ഒരു കത്ത് എഴുതിയാണ്. അവരെല്ലാം ഇപ്പൊ വളരെ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. അവരച്ഛൻ ഇപ്പൊ അവരെപ്പോഴും ഫോൺ ചെയ്യാറുണ്ട്. മാത്രമല്ല എപ്പോഴും കാണാനും വരാറുണ്ട്. അങ്ങനെ അവൾ ആ തീം പാർക്കിലേക്ക് വരുമ്പോ അവിടെ എല്ലാം ആകെ മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. എല്ലായിടത്തും ആകെ മാറിയിട്ടുണ്ടാവും. ലിയോയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എല്ലാം ആകെ മാറാലെല്ലാം പിടിച്ച് ആകെ മാറിക്കിടക്കുകയാണ്. അങ്ങനെ അവൾ ആ കത്ത് ലിയോയുടെ ആ ഒരു മാജിക് പോസ്റ്റ് ബോക്സ് ഉണ്ടല്ലോ അതിലിടയാണ്. അവള് മനസ്സിൽ പറയുന്നുണ്ട്, പണ്ടത്തെ പോലെ എപ്പോഴും അല്ലെങ്കിലും ഇപ്പോഴും ഞാൻ കത്തുകൾ എഴുതാറുണ്ട്. അമ്മയ്ക്ക്, ബെല്ലയ്ക്ക്, പിന്നെ മാന്ത്രികനും. അന്ന് അപ്രത്യക്ഷമായതിനു ശേഷം അങ്ങോരെവിടെയെന്ന് അറിയില്ല. അവള് പറയുന്നുണ്ട്, എങ്കിലും ഞാൻ എഴുതുന്ന ഈ കത്തുകള് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ, കാരണം ഇത് നമ്മുടെ മാജിക് പോസ്റ്റ് ബോക്സ് അല്ലേ. അവളിപ്പോ ഒരു റെസ്റ്റോറന്റില് മജീഷ്യനായിട്ട് ജോലി ചെയ്യാണ്. നമ്മുടെ ലിയോളിനെ അവൾ എപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെ അവൾ ആ റെസ്റ്റോറന്റില് അവിടെ വരുന്ന കുട്ടികൾക്കെല്ലാം അവളുടെ മാജിക് ഷോ കാണിച്ചു കൊടുത്ത് അവരെ ഒരുപാട് സന്തോഷിപ്പിക്കുകയാണ്. നമ്മുടെ ലിയോൾ എന്താണോ ചെയ്തിരുന്നത് അതാണ് യൂന ഇപ്പൊ ചെയ്യുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാജിക് കൊണ്ട് സന്തോഷം കൊണ്ടുവരാനും അവരെ മാജിക്കിൽ വിശ്വസിക്കാനും അവള് പഠിപ്പിക്കുകയാണ്. അങ്ങനെ അവസാനം അതിലൊരു കുട്ടിയോട് അവള് ചോദിക്കും, നിങ്ങൾ മാജിക്കിൽ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ അതേ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് ലിയോൾ അവിടെ നിൽക്കുന്നതായിട്ട് കാണിച്ച് ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ അന്നാര സുമാനാര എന്ന ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് എന്തായാലും ഇത് ഒരുപാട് ഇഷ്ടമായ ഒരു സിനിമ തന്നെയാണ്. സിനിമയുടെ അവസാനം ഒരു നല്ല പാട്ടുകൂടി ഉണ്ട്. ഈ സിനിമയിൽ അഭിനയിച്ച് എല്ലാരും കാണിക്കുന്നുണ്ട്. അവരെല്ലാരും സെലിബ്രേറ്റ് ചെയ്യണം. എന്തോ ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ഇൽദോങ് ഇപ്പൊ എന്ത് ചെയ്യാന്നൊന്നും കാണിച്ചില്ല. ഈ സിനിമ ഇറങ്ങി 2 വർഷമായിട്ടും ഇതിന്റെ സീസൺ 2 ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ലിയോൾ എങ്ങോട്ടേക്ക് പോയി? ആ പെൺകുട്ടിയെ കൊന്നത് ശരിക്കും ആരാണ്? അയാൾ തന്നെയാണോ? പിന്നെ ലിയോളുടെ മാന്ത്രിക ലോകം, കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും മിസ്റ്ററിയാണ്. സീസൺ 2-ലായിരിക്കും ഇതെല്ലാം മുഴുവനായിട്ട് കാണിക്കുക. പിന്നെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ തൊണ്ട അടഞ്ഞിരുന്നോണ്ടാണ് വൈകിയതെന്ന്. അതായത് ഈ വീഡിയോയില് ആദ്യത്തെ ഒരു 3-4 മിനിറ്റ്, 4 മിനിറ്റ് ഇല്ല, ഒരു 4 മിനിറ്റിൽ താഴെ ഞാൻ ഒരു 1.5 മാസം മുമ്പ് റെക്കോർഡ് ചെയ്ത ക്ലിപ്സ് ആണ്. അതിനുശേഷം ഞാനൊരു എന്താ പറയാ, എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജോലിയിലേക്ക് പോവുണ്ടായി. ഞാൻ ആ ജോലിക്ക് പോയായിരുന്നപ്പോ എനിക്ക് മനസ്സുകൊണ്ട് വല്ലാത്ത സങ്കടമായിരുന്നു. ശരിക്കും ഉള്ളിലൊരു ആഗ്രഹം വെച്ചോണ്ട് വേറൊരു ജോലി ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഞാൻ മുമ്പേ മനസ്സിലാക്കിയതാണ്. എങ്കിലും എന്റെ കുറച്ച് നിവൃത്തികേടുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയി. എന്തായാലും ഞാൻ ആ ജോലി ഉപേക്ഷിച്ചു. ഇനിയിപ്പോ എന്റെ മനസാക്ഷി വെച്ച് തന്നെ ഞാൻ മുമ്പോട്ട് പോകാന്നാണ് വിചാരിച്ചേക്കുന്നത്. എന്തായാലും ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് നോക്കാൻ തന്നെ തീരുമാനിച്ചേക്കാണ്. അപ്പോ ഈ ഒരു സൗണ്ട് ഓഫ് മാജിക്കിന്റെ ഫസ്റ്റ് സീസൺ അവസാനിച്ചേക്കാണ്. രണ്ടാമത്തെ സീസൺ ഇതുവരെയായിട്ട് ഇറങ്ങിയിട്ടില്ല. വരുമ്പോ എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ദ ടവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണ്. ഈ 1 മാസം മുമ്പ് എന്റെ ഈ വീഡിയോയില് കമന്റിലായിട്ട് ഒരാൾ വന്ന് പറഞ്ഞാണ് ടവർ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ചെയ്യാനായിട്ട്. അപ്പൊ ആ പടം ഞാൻ കണ്ടതാണ്, നല്ല പടമാണ്. അത് ചെയ്യാന്ന് വെച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞ ആ ഒരു വള്ളി പിടിച്ച ജോലി എന്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വരുന്നത്. 1 മാസം മുമ്പേ കംപ്ലീറ്റ് ചെയ്യേണ്ട വീഡിയോ ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തെന്തായാലും എന്നെ വിശ്വസിച്ച് ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചാൽ ആ ഒരാൾക്ക് വേണ്ടിയിട്ട് ദ ടവർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സൗത്ത് കൊറിയൻ മൂവിയാണ് അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ എന്റെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് കമന്റ് ബോക്സിൽ വന്നിട്ട് ഒരാൾ ഒരു സിനിമ ചെയ്യുമെന്ന് ചോദിക്കുന്നത്. അത് ചെയ്യാണ്ടിരുന്നാല് പിന്നെ ഞാൻ ഈ ചാനൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അടുത്ത ആ ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും അന്നാര സുമാനാര.